പരിസ്ഥിതി നാശത്തിന്റെ പേരിൽ ജനകീയ പ്രക്ഷോഭം ക്ഷണിച്ചു വരുത്തുകയും 10 വർഷം മുൻപ് സുപ്രീം കോടതി അനുമതി നിഷേധിക്കുകയും ചെയ്ത ആറന്മുള വിമാനത്താവള പദ്ധതി വീണ്ടും സജീവ ചർച്ചയാകുകയാണ്. പദ്ധതി വീണ്ടും കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് ആറന്മുള ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് എബ്രഹാം കലമണ്ണിൽ നടത്തിയ ഡ്രോൺ സർവേ നിയമവിരുദ്ധമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞു. അതേസമയം പദ്ധതിക്ക് UDF സർക്കാർ അനുകൂലമാണെന്നാണ് സർവേ നടത്തിയ ഭൂവുടമയും മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാനും കൂടിയായ എബ്രഹാം കലമണ്ണിൽ പറയുന്നത്. UDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പദ്ധതിക്ക് അനുകൂല നിലപാടുണ്ടാകുമെന്ന സൂചനയാണ് നീക്കത്തിന് പിന്നിലെന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട്. അതേസമയം നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് BJPയും CPIMഉം CPIയും വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വിവാദമായ ആറന്മുള പദ്ധതിയുടെ വിവാദ പശ്ചാത്തലവും വർത്തമാന ഗതിവിഗതികളും വിലയിരുത്തുകയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. ആറന്മുള പദ്ധതിക്ക് വീണ്ടും ചിറകുമുളയ്ക്കും. വർഷങ്ങളായി വിവാദങ്ങളുടെയും നിയമ പോരാട്ടങ്ങളുടെയും ഭാഗമായി ഉയർന്നു കേൾക്കുന്നതാണ് ആറന്മുള വിമാനത്താവള പദ്ധതി എന്നത്. പദ്ധതി പ്രദേശത്തെ ഭൂവുടമയും ആറന്മുള ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റുമായ എബ്രഹാം കലമണ്ണിലിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ സർവേ സ്ഥാപനത്തിന്റെ സഹായത്തോടെ ഡ്രോൺ സർവേ നടത്തിയാണ് പദ്ധതി ഇപ്പോൾ വീണ്ടും ജനമധ്യത്തിലെത്തിച്ചത്. തന്റെ കൈവശം നിലവിൽ ഏകദേശം 400 ഏക്കർ ഭൂമിയുണ്ടെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ 1000ഓളം ഏക്കർ ഭൂമി കൂടി ആവശ്യമായി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥലം MLA അബിൻ വർക്കിയും ആന്റോ ആന്റണി MPയും പദ്ധതിയെ പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം അവകാശപ്പെട്ടു. വിമാനത്താവളത്തിനെതിരെ സമരരംഗത്തുണ്ടായിരുന്ന പലരും പദ്ധതിയെ രഹസ്യമായി അനുകൂലിക്കുന്നുണ്ടെന്ന് പറഞ്ഞ എബ്രഹാം തന്റെ കൈവശം 400 ഏക്കർ ഉണ്ടെന്നും 1000 ഏക്കർ കൂടി ലഭിച്ചാൽ പദ്ധതിയുടെ പ്രാരംഭ നടപടി തുടങ്ങാമെന്നും വ്യക്തമാക്കി. അതേസമയം ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് സ്വകാര്യ വ്യക്തി ഡ്രോൺ സർവേ നടത്തിയതിൽ തഹസിൽദാരോട് ജില്ലാ ഭരണകൂടം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാതെ നടത്തിയ ഡ്രോൺ സർവേ നിയമവിരുദ്ധം എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, കോഴഞ്ചേരി തഹസിൽദാരുടെ അനുമതിയും ഡ്രോൺ സർവേക്ക് ഉണ്ടായിരുന്നില്ല. പൈതൃക ഗ്രാമമായ ആറന്മുളയിലെ 1500-ലധികം ഏക്കർ വരുന്ന വിശാലമായ വയൽ മേഖലയും മലനിരകളും ഇടിച്ചു നിരത്തി വിമാനത്താവളം നിർമ്മിക്കാനുള്ള ആദ്യ നീക്കങ്ങൾ ആരംഭിക്കുന്നത് 2004-ലാണ്. മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കലമണ്ണിൽ ആറന്മുളയിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് എയറോനോട്ടിക്സ് കോഴ്സ് പരിശീലനത്തിനായി ഒരു എയർ സ്ട്രിപ്പ് നിർമ്മിക്കാൻ അനുമതി തേടിയതാണ് പദ്ധതിയുടെ തുടക്കം. ഇതിനായി 232 ഏക്കറോളം ഭൂമി വാങ്ങി. അന്നത്തെ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഈ പദ്ധതിക്ക് പ്രാഥമിക NOC ലഭിച്ചു. ഇതേ തുടർന്ന് എയർ സ്ട്രിപ്പ് എന്നതിൽ നിന്ന് മാറി ഇതൊരു അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതിയായി വിഭാവനം ചെയ്യപ്പെടുകയും KGS ഗ്രൂപ്പ് ഇതിന്റെ പങ്കാളികളായി എത്തുകയും ചെയ്തു. ആറന്മുളയിലെ ഈ പ്രദേശം ഒരു വിമാനത്താവള വികസന മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ പദ്ധതിക്കായി വലിയ തോതിൽ പുഞ്ചപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്താൻ തുടങ്ങിയതോടെ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി രൂപീകരിച്ച് ശക്തമായ സമരത്തിന് തുടക്കമിട്ടു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതോടെ പദ്ധതിക്ക് വേഗത കൂടി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രാഥമിക അനുമതിയും മറ്റ് സർക്കാർ ലൈസൻസുകളും പദ്ധതിക്ക് ലഭിച്ചു. സർക്കാർ തന്നെ ഇതിൽ ഓഹരി പങ്കാളിത്തം പ്രഖ്യാപിച്ചു. എന്നാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമരം വൻ ജനകീയ പ്രക്ഷോഭമായി മാറി. പരിസ്ഥിതി ആഘാത പഠനം കൃത്യമല്ലെന്നും നിയമവിരുദ്ധമായാണ് തണ്ണീർത്തടങ്ങൾ നികത്തിയതെന്നും ചൂണ്ടിക്കാട്ടി ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിമാനത്താവള പദ്ധതിയുടെ അനുമതി റദ്ദാക്കി. ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ KGS ഗ്രൂപ്പ് സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഹരിത ട്രൈബ്യൂണൽ വിധി സുപ്രീം കോടതിയും ശരിവെച്ചതോടെ പദ്ധതി പൂർണ്ണമായും നിയമക്കുരുക്കിലാവുകയും തടസ്സപ്പെടുകയും ചെയ്തു. പദ്ധതി റദ്ദാക്കപ്പെട്ടതോടെ വിമാനത്താവളത്തിനായി പ്രൊമോട്ടർമാരായ KGS ഗ്രൂപ്പ് കൈവശം വെച്ചിരുന്ന ഭൂമിക്ക് സർക്കാർ നൽകിയിരുന്ന പ്രത്യേക ഇളവുകൾ റദ്ദാകുകയും ഇത് കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം മിച്ച ഭൂമിയായി മാറുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഭൂപരിധി ലംഘനം ചൂണ്ടിക്കാട്ടി 2017 ഓഗസ്റ്റ് 1-ന് കോഴഞ്ചേരി താലൂക്ക് ആൻഡ് ബോർഡ് കമ്പനിയുടെ പക്കലുള്ള മിച്ച ഭൂമി തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടമായി 7 ഹെക്ടർ ഭൂമി സർക്കാർ ഏറ്റെടുത്തെങ്കിലും ബാക്കി ഭൂമി ഏറ്റെടുക്കാനുള്ള ലാൻഡ് ബോർഡിന്റെ നീക്കങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കഴിഞ്ഞ 9 വർഷമായി കോടതിയുടെ പരിഗണനയിലുള്ള ഈ കേസിൽ ഈ മാസം ഹൈക്കോടതിയിൽ വീണ്ടും നിർണായകമായ വാദം നടക്കുന്നുണ്ട്. മിച്ച ഭൂമി തിരിച്ചുപിടിക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങളിൽ കോടതിയുടെ അടുത്ത നിലപാട് എന്തായിരിക്കുമെന്നത് ആറന്മുളയുടെ ഭാവിയിൽ അതീവ നിർണായകമാണ്. പൈതൃക ഗ്രാമമായ ആറന്മുളയിലെ വൻതോതിലുള്ള പുഞ്ചപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തിക്കൊണ്ട് വിമാനത്താവളം നിർമ്മിക്കുന്നത് വലിയ പാരിസ്ഥിതിക നാശത്തിന് കാരണമാകുമെന്ന് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ശക്തമായി വാദിക്കുന്നു. പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയിൽ 90% നിലമാണ്.
അതുകൊണ്ട് തന്നെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമുള്ള കുരുക്ക് നിലനിൽക്കുന്നുണ്ട്. 122 ഹെക്ടറാണ് ഇത്തരത്തിൽ നിലമായി കിടക്കുന്നത്. അതുതന്നെ പല രീതിയിൽ ചിതറിക്കിടക്കുന്നതാണ്. ഇത്രയും വ്യാപ്തിയിൽ കിടക്കുന്ന ഭൂമി തരം മാറ്റുക എന്നത് പ്രായോഗികമല്ല. അതോടൊപ്പം വെള്ളപ്പൊക്ക ഭീതി നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണിത്. എല്ലാ വർഷക്കാലത്തും ഈ പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലൊരു പദ്ധതി അപ്രായോഗികമാണെന്നാണ് ഉയരുന്ന വിമർശനം. വിമാനത്താവളത്തിനായി മലനിരകൾ ഇടിച്ചു നിരത്താനുള്ള നീക്കങ്ങളും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ പദ്ധതിക്കെതിരെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭം അരങ്ങേറിയത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും പ്രാദേശിക ജനവിഭാഗങ്ങളും ഈ പ്രക്ഷോഭത്തിൽ അണിനിരന്നു. 2014 ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് നൽകിയ അനുമതി റദ്ദാക്കിയെങ്കിലും അതേ ഭൂമിയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇലക്ട്രോണിക് പാർക്ക് പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമം നടന്നു. അതിന് കൃഷി വകുപ്പിന്റെ അനുമതി ലഭിച്ചുമില്ല. 10 വർഷം മുൻപ് ഹരിത ട്രൈബ്യൂണലും സുപ്രീം കോടതിയും വിധി പുറപ്പെടുവിച്ചതോടെ അധ്യായം അവസാനിച്ചു എന്ന് കരുതിയ ആറന്മുള വിമാനത്താവള വിവാദമാണ് പുതിയ ഡ്രോൺ സർവേയോടെ വീണ്ടും കേരളത്തിൽ ചർച്ചയാകുന്നത്. ഒരു വശത്ത് രാഷ്ട്രീയ പിന്തുണയുണ്ടെന്ന ഭൂ ഉടമകളുടെ അവകാശവാദവും മറുവശത്ത് പദ്ധതി നിർദ്ദിഷ്ട പ്രദേശത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ പോർവിളിയും ഉയർന്നു കഴിഞ്ഞു. നിയമപരമായ മിച്ചഭൂമി കേസിൽ ഈ മാസം ഹൈക്കോടതിയിൽ നടക്കാനിരിക്കുന്ന വാദങ്ങൾ ഈ തർക്കത്തിൽ നിർണായകമാകും. വികസന മോഹങ്ങളും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ള ഈ വടംവലിയിൽ ആറന്മുള പദ്ധതിക്ക് വീണ്ടും ചിറകു മുളയ്ക്കുമോ അതോ നിയമ പോരാട്ടങ്ങളുടെ വേദിയിൽ ഈ നീക്കം നിലം പൊത്തുമോ എന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇതോടുകൂടി സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.